ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ പച്ചമുളക് കൊണ്ട് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. പച്ചമുളക് വെച്ചൊരു കിടിലൻ അച്ചാറുണ്ടാക്കിയാലോ? എങ്ങനെയെന്ന് നോക്കാം. പച്ചമുളക് നന്നായിട്ട് കഴുകി അതിൻ്റെ കൊന്തൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം. ഞാനിവിടെ ചെറുതായിട്ടൊക്കെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, കറിവേപ്പില വേണം, പിന്നെ കുറച്ച് വാളംപുളി വേണം. വാളംപുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം കടുകും ഉലുവയും കൂടെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഒരുപാടങ്ങ് വല്ലാണ്ട് വഴണ്ടി പോകണ്ട. പിന്നെ നമുക്കതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ താരമാണ് പച്ചമുളക്. പച്ചമുളക് നമ്മൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതേ പരുവാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പച്ചമുളകാണെന്നും പറഞ്ഞ് നമുക്ക് മുളക് പൊടി ചേർക്കണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം, മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ ആ പച്ചമുളകൊക്കെ മാറി വന്ന ശേഷം നമ്മുടെ പുളി പിഴിഞ്ഞത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. പിന്നെ നമുക്ക് കായം ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ, നന്നായിട്ട് ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാൻ ആ എരിവിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ചീനിച്ചട്ടിയിൽ ചോറിട്ട് ഇളക്കി കഴിക്കാനായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അച്ചാറുണ്ടാക്കിയ ചീനിച്ചട്ടിയിൽ ചോറിട്ട് ഇളക്കി അങ്ങ് കഴിക്കണം. ഇടുക